ഇന്ന് മഹാശിവരാത്രി. ക്ഷേത്രങ്ങളെല്ലാം ശിവരാത്രി ആഘോഷത്തിലാണ്. പിതൃകർമ്മങ്ങൾക്കായി ജനലക്ഷങ്ങൾ എത്തിച്ചേരുന്ന മഹാശിവരാത്രി ആഘോഷത്തിന് ആലുവ മണപ്പുറത്ത് തുടക്കമായി. പുലർച്ചെ 4 മുതൽ ബലിതർപ്പണം ആരംഭിച്ചു. ക്ഷേത്രകർമ്മങ്ങൾക്കും ചടങ്ങുകൾക്കും മേൽശാന്തിയാണ് കാർമ്മികത്വം വഹിച്ചത്. 116 ബലിത്തറകൾക്ക് സ്ഥലം നീക്കിവെച്ചിട്ടുണ്ട്. ബലിതർപ്പണത്തിന് ദേവസ്വം ബോർഡ് നിരക്ക് 75 രൂപയാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് നാളെ രാത്രി 2 വരെ ആലുവയിൽ ദേശീയപാതയിലടക്കം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വിവരങ്ങളുമായി അഞ്ജലി ശ്രീജിത രാജ് ആലുവ മണപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. അഞ്ജലി, ദൃശ്യങ്ങളിൽ കാണാം രാവിലെ തന്നെ നല്ല തിരക്കുണ്ട്. പതിവ് പോലെ തന്നെ പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ ഈ ചടങ്ങുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. അഞ്ജലി, എപ്പോഴാണ് അവിടെ എത്തിയത്? ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്താണ്? കൂടുതൽ വിശ്വാസികളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടോ? അതെ, തീർച്ചയായും റോഷ്നി. 4 മണി മുതലാണ് ആലുവ മണപ്പുറത്ത് ബലി തർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. നിരവധി ഭക്തജനങ്ങളാണ് പല ഭാഗത്തു നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. പ്രധാനമായും ബലിതർപ്പണത്തിനാണ് കൂടുതൽ ആളുകൾ ആലുവ മണപ്പുറത്തേക്ക് എത്തിച്ചേരാറുള്ളത്. കൂടാതെ ഇന്ന് മഹാശിവരാത്രി ആഘോഷങ്ങളും ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചടങ്ങുകളും ഒക്കെ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. മേൽശാന്തിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ചടങ്ങുകളെല്ലാം പുരോഗമിച്ച് അതിനുശേഷം 4 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകളും ആരംഭിച്ചു. ഈ നമുക്ക് നോക്കുകയാണെങ്കിൽ പല ഭാഗത്തും, അതായത് എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രമല്ല പുറമേയുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഇവിടേക്ക് ആളുകൾ എത്തിച്ചേരാറുണ്ട്. ഈ ശിവരാത്രി ദിനത്തിൽ ബലിതർപ്പണം നടത്തുന്നത് മോക്ഷം ലഭിക്കുമെന്നും കൂടാതെ ഈ മരിച്ചവരുടെ അനുഗ്രഹം ലഭിക്കുമെന്നൊക്കെയാണ് ആളുകളുടെ ഒരു വിശ്വാസം. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ശിവരാത്രി ആഘോഷത്തോടൊപ്പം തന്നെയാണ് വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണവും നടക്കുന്നത്. കൂടാതെ ഇതിന്റെ ഭാഗമായിട്ട് പുലർച്ചെ മുതൽ പലതരത്തിലുള്ള ചടങ്ങുകൾ ഉണ്ടാകും, പ്രത്യേക പൂജകൾ ഉണ്ടാകും. ഇതിനൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ശിവരാത്രിയോടനുബന്ധിച്ച് ബലിതർപ്പണവും നടക്കുക. ഈ ആലുവ മണപ്പുറത്ത് ഇവിടെ നിന്ന്, അതായത് 116 ബലിത്തറകളാണുള്ളത്. ഈ ബലിത്തറകളിൽ നിന്നും ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം അതുമായി പുഴയിലേക്ക് ഇറങ്ങി മുങ്ങിക്കുളിച്ചാണ് ആളുകളെല്ലാം ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുക. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പല ഭാഗത്തു നിന്നും ഇവിടേക്ക് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. രാവിലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പല ബലിത്തറകളിലും നല്ല തിരക്കുണ്ട്. സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി കഴിയുമ്പോഴാണ് കൂടുതൽ തിരക്ക് ഉണ്ടാവുക. ഇപ്പോൾ ഈ ഒരു സമയം നോക്കുമ്പോൾ പിന്നെ കൂടാതെ ഈ വൈകുന്നേരങ്ങളിലാണ് ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ആഘോഷങ്ങൾ ഉണ്ടാവുക. ഇന്ന് ഒരുക്കലൊക്കെ ഉണ്ട്, അതായത് ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ടൊക്കെ വ്രതമെടുക്കുന്ന ആളുകളുണ്ട്. പല ഭാഗത്തു നിന്നെത്തുന്നുണ്ട്. ചേട്ടാ, എവിടുന്നാണ് വരുന്നത്? സ്ഥിരമായിട്ട് ഇങ്ങനെ ശിവരാത്രിക്ക് ഇവിടെ എത്താറുണ്ട്? എന്താണ്, ഇവിടെ ബലിതർപ്പണത്തിൽ എത്തിയതാണോ അതോ ശിവരാത്രിയെ ബന്ധപ്പെട്ടാണ്? എല്ലാവരും വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടാവും? എല്ലാവരും ഉണ്ട്. ചേച്ചി എവിടുന്നാ വരുന്നത്? പൊന്നുമാവിന്ന് തന്നെ. ശിവരാത്രിക്ക് എപ്പോഴും ഇവിടെ വരാറുണ്ട്? അമ്മയുടെ ചാത്താണ്. ഇവിടെ വരുമ്പോ എന്തെങ്കിലും, അതായത് പ്രത്യേകത അങ്ങനെ എന്തെങ്കിലും? ഇവിടെ വന്നാണ് നമ്മൾ ചാത്ത് കൂട്ടാറ് എല്ലാ തവണയും. ഇങ്ങനെ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. അതായത് പ്രധാനമായിട്ടും ബലിതർപ്പണത്തിനാണ് ആലുവ മണപ്പുറത്തേക്ക് പലരും എത്താറുള്ളത്. ശിവരാത്രി ആഘോഷവും കൂടാതെ ക്ഷേത്രത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പരിപാടികളും രാത്രി ഉണ്ടെന്ന്. രാത്രി ഈ ഉറങ്ങാതെയൊക്കെ ആളുകൾ ഈ പരിപാടികളെല്ലാം ആസ്വദിച്ചിരിക്കും. അത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് കാണാം, ഇപ്പം ഒരു ബലിത്തറയ്ക്ക് മുൻപിലാണ് നമ്മളുള്ളത്. ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പൂജാരിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ കർമ്മങ്ങളൊക്കെ നടക്കുക. മേൽശാന്തിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെ കർമ്മങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ബലിച്ചടങ്ങുകൾ ആരംഭിച്ചത്. ഇവിടെ നിന്നും ഈ ചടങ്ങുകൾ ചെയ്തതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പ്രസാദവുമായി ബന്ധപ്പെട്ട് എടുത്തുകൊണ്ടാണ് ഈ പുഴയിലേക്ക് എത്തുക. തുടർന്ന് 3 തവണ മുങ്ങിക്കുളിച്ചാണ് ഇവർ കയറുക. വലിയ രീതിയിൽ പ്രാർത്ഥനയും മരിച്ചവർക്ക് മോക്ഷം ലഭിക്കണം തുടങ്ങിയ ആഗ്രഹങ്ങളൊക്കെ പങ്കുവച്ചും ഒക്കെയാണ് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഈ 116 ബലിത്തറകൾക്കാണല്ലേ സ്ഥലം നീക്കി വെച്ചിട്ടുള്ളത്. സാധാരണ എല്ലാ കൊല്ലവും നല്ല തിരക്കുണ്ടാകാറുണ്ട് ശിവരാത്രിക്ക് ആലുവ മണപ്പുറത്തല്ല. പക്ഷേ അവയെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായി മാനേജ് ചെയ്തു പോകാൻ പറ്റാറുമുണ്ട്. അപ്പോൾ ഇന്നും അതെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടല്ലേ, തിരക്ക് ക്രമീകരണവും മറ്റുമൊക്കെ?
അതെ ഉണ്ടെങ്കിൽ ഇന്നലെ വൈകുന്നേരം മുതൽ പോലീസിന്റെ വലിയ രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പരിശോധനയും ഈ സെർച്ചിങ്ങും ബോംബ് സ്ക്വാഡ് അടക്കം കൂടാതെ ഈ ഡോഗ് സ്ക്വാഡ് അടക്കം ഇവിടെ പരിശോധന നടത്തിയിരുന്നു. ഇന്നും 1500 പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലുണ്ടാകും. ഇവരുടെ നേതൃത്വത്തിലായിരിക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാവുക. കൂടാതെ ഈ മെട്രോ സർവീസ് ആയിക്കോട്ടെ, റെയിൽവേ, KSRTC ഒക്കെ പ്രത്യേക സർവീസ് ഉണ്ട്. ഈ വൈകുന്നേരത്തോടെയാണ് കൂടുതൽ ആളുകൾ എത്തിച്ചേരുക. കാരണം ശിവരാത്രി രാത്രി 12 മണി മുതലാണ് പല ക്ഷേത്രങ്ങളിലും ഈ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുക. ആലുവ മണപ്പുറത്ത് പക്ഷേ ഈ ഒരു ബലിതർപ്പണത്തിന് വലിയ രീതിയിൽ പ്രത്യേകതയുള്ളതിനാൽ തന്നെ ഇവിടെ ഇന്ന് 4 മണി മുതൽ തുടങ്ങിയെന്ന് മാത്രമാണുള്ളത്. പക്ഷേ വൈകുന്നേരത്തോടെയാണ് കുറച്ചുകൂടി, അതായത് കുറച്ച് കഴിയുമ്പോഴാണ് ആളുകളുടെ തിരക്ക് കൂടുതൽ വർദ്ധിക്കുക. കൂടാതെ ഇന്ന് ഈ ക്ഷേത്രത്തിൽ ഉച്ചഭക്ഷണം അടക്കം നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രസാദ ഊട്ടും അത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. കൂടാതെ ഈ നമ്മളിപ്പോൾ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുങ്ങൽ വിദഗ്ധർ, ആംബുലൻസ്, ഇത്തരം സജ്ജീകരണങ്ങളൊക്കെ ദേവസ്വം ബോർഡ് ഇന്നലെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുക ഈ തിരക്കുകൾ കൂടുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്ത് തന്നെയായാലും 1500 പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷയിലാണ് ഈ ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകളും കൂടാതെ ശിവരാത്രി ആഘോഷമൊക്കെ പുരോഗമിക്കുക. ഈ നമ്മളിപ്പോൾ കാണുന്ന 116 ബലിത്തറകളുണ്ടെന്നാണ് ദേവസ്വം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ബലിതർപ്പണത്തിനായിട്ട് 75 രൂപയാണ് നൽകുക. ആളുകൾ 75 രൂപ നൽകി ഈ രസീത് വാങ്ങിയ ശേഷമാണ് ഈ ബലിത്തറകളിലേക്ക് എത്തി ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുക. ശേഷമാണ് ബാക്കി കർമ്മങ്ങളൊക്കെ ഉണ്ടാവുക. തുടർന്ന് ഇവിടുന്ന് ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുവാണ്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 4 മണി മുതൽ ഈ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ദൂരസ്ഥലത്ത് നിന്ന് വന്നവരാണ് ഏറ്റവും കൂടുതൽ നേരത്തെ ഇത് ചെയ്തു പോകുന്നത്. ഈ കുറച്ച് കഴിയുമ്പോഴാണ് ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ശിവരാത്രിക്ക് ഈ ക്ഷേത്രത്തിൽ എത്തുന്നവരും ബലിതർപ്പണത്തിന് എത്തുന്നവരും എല്ലാവരും ഉണ്ടാകും. അപ്പം തിരക്ക് വർദ്ധിക്കുക ആ സമയങ്ങളിലാണ്. ഇപ്പോൾ സമാധാനത്തോടെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി മടങ്ങുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രമല്ല ആലുവ മണപ്പുറത്തേക്ക് എത്തുക, അത്രമാത്രം പല സ്ഥലങ്ങളിൽ നിന്നും ആലുവ മണപ്പുറത്ത് ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുക എന്നത് വലിയ പ്രത്യേകതയാണ് ആളുകൾ കാണുന്നത്. പ്രധാനമായും ഈ ശിവരാത്രി ദിനത്തിൽ ബലിതർപ്പണം നടത്തുക, അത് വലിയ രീതിയിലൊരു മോക്ഷം മരിച്ചവർക്ക് നൽകും, അവരുടെ അനുഗ്രഹം ഉണ്ടാകും തുടങ്ങിയ വിശ്വാസങ്ങളാണ് ഈ ആളുകളെ ഇന്നത്തെ ദിവസം ഈ ദൂര സ്ഥലത്തു നിന്നായാലും ഇത്രയും ദൂരം വന്നുകൊണ്ട് ഈ ബലിതർപ്പണത്തിന് ആലുവ മണപ്പുറത്തേക്ക് എത്തുക. കൂടാതെ ഈ ഭാഗങ്ങളിലൊക്കെ, അതായത് ആഴമുള്ള ഭാഗം സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ ഈ ആളുകളെ അനുവദിക്കുന്നില്ല. ഇപ്പോൾ നമുക്കിവിടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കുറവാണ് കാണാനുള്ളതെങ്കിലും ആളുകൾ കൂടുതലനുസരിച്ച് ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. 1500 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടാകുക. ചേട്ടാ എവിടുന്നാ വരുന്നത്? ഞാൻ വൈറ്റിലെന്നാ പറഞ്ഞത്. സ്ഥിരമായിട്ട് ഇങ്ങനെ ശിവരാത്രിക്ക് വരാറുണ്ട്. എല്ലാ കൊല്ലം വരാറുണ്ട്. അതായത് ഇവിടെ ഈ ബലിതർപ്പണം നടത്തുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെന്ന് കരുതുന്നത്? അല്ല, അത് നമ്മുടെ മരിച്ചുപോയ പിതൃക്കൾക്കും അവർക്കുള്ളൊരു ഓർമ്മയ്ക്കായിട്ടുള്ളൊരു ഇതായിട്ടാണ് എല്ലാ കൊല്ലവും വരുന്നത്. അത് നമ്മുടെ അപ്പൂപ്പന്മാർ ശിവരാത്രിക്ക് ബലിതർപ്പണം നടത്തുന്നത് അതുകൊണ്ട് എന്താണ് ഒരു മനസ്സിലെന്താണ് ഒരു അനുസരിച്ചിട്ട് ചെയ്യുന്നതാണ്, പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നതാണ്. അതിലല്ലാതെ വേറെ പ്രത്യേകതയൊന്നുമില്ല. സനാതന ധർമ്മം അതന്നെ. നമ്മളെ പിതൃക്കളെ മാനിക്കുക, ബഹുമാനിക്കുക, അവർക്ക് വേണ്ടത് ചെയ്യുക. കർക്കിടക വാവിനും ബലിയുണ്ടല്ലോ. ചെയ്യേണ്ടത് ആയുസ് ഉള്ളിടത്തോളം കാലം, ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം കാലം ചെയ്യണം എന്നുള്ളതാണ് ധർമ്മത്തിൽ പറയുന്നത്. അതനുസരിച്ച് ഞങ്ങൾ ചെയ്യും. ആയുസ് എത്ര കാലം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ആരോഗ്യം അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അതും കൂടി മനസ്സിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. തീർച്ചയായും മനസ്സും ശരീരവും ആ ഒരു പുണ്യ നിമിഷത്തിലാണ് പലരും ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അവരൊക്കെ വലിയ രീതിയിലുള്ള വിശ്വാസവും കൂടാതെ ഈ ഇപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കർമ്മിയുണ്ട്. എത്ര മണിക്കാണ് ബലിതർപ്പണ ചടങ്ങ്? 4 മണി തൊട്ട് തുടങ്ങി. എത്ര മണിവരെ ഏകദേശം തിരക്ക് വർദ്ധിക്കുക ചെയ്ത സമയത്ത്? മറ്റന്നാള് ഒരു ഉച്ച വരെ ഭാവമുണ്ട്. ആ സമയത്ത് വരെ ബലി കാണും. മറ്റന്നാൾ ഉച്ച 2 മണി വരെ, ഉച്ച വരെ 2 മണിയോളം ബലിയുണ്ട്. പിന്നെ ശിവരാത്രി അനുവദിച്ചുള്ള ബലിയാണ് ഇന്ന് നടക്കുന്നത്. നാളെ വാവിന് അനുവദിച്ച ബലിയാണ്. ശിവരാത്രിക്ക് ഈ ബലിതർപ്പണം നടത്തുന്നതുകൊണ്ടുള്ളൊരു ഇത് മഹാളയ കാലം എന്ന് പറയും. ശിവരാത്രി മുതലായിട്ടുള്ള 3 മാസങ്ങള്, കന്നിമാസം, കർക്കിടകം, കുംഭമാസം, ഇത് 3 മഹാളയ കാലങ്ങളാണ്. ഈ സമയത്ത് പിതൃക്കന്മാർക്ക് ബലി ചെയ്താൽ
പുണ്യം കൂടുതലാണ് എന്ന സങ്കല്പം. പിതൃക്കൾക്ക് ഈ ഒരു ദിവസം നമ്മൾ ബലിതർപ്പണം നടത്തിയാൽ പുണ്യം വർദ്ധിക്കുമെന്ന് തന്നെയാണ് പലരുടെയും വിശ്വാസം. രോഷ്നി.